ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കുമായിട്ടാണ്. എന്താണെന്നറിയോ? ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറ്റി നിർത്തി സ്വകാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന്. ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രംഗം കണ്ടിട്ടുണ്ടാവും. ഒരു കുടുംബ ചടങ്ങ്, ഒരു വിവാഹം, ഒരു ഓഫീസ് മീറ്റിംഗ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടം. സംസാരവും ചിരിയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒരാൾ മറ്റൊരാളോട് പറയും, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അവർ രണ്ടുപേരും കുറച്ച് മാറി നിന്ന് സംസാരിക്കും. അവർ തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഒരു സിനിമ തുടങ്ങിയിട്ടുണ്ടാവും. എന്തായിരിക്കും പറഞ്ഞത്? ആരെ കുറിച്ചായിരിക്കും? എന്നെ കുറിച്ചാണോ? ഒരു സാധാരണ സ്വകാര്യ സംഭാഷണം, പക്ഷെ പല മനസ്സുകളിലും അത് സംശയത്തിന്റെ വിത്തായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് മനുഷ്യരുടെ മോശം സ്വഭാവമാണോ, അതോ നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനമാണോ? ഇന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അപൂർണമായ വിവരങ്ങൾ അത് സഹിക്കില്ല. അറിയാത്ത ഭാഗങ്ങൾ വന്നാൽ അത് സത്യങ്ങൾ കൊണ്ടല്ല, ഊഹങ്ങൾ കൊണ്ടാണ് നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേർ സ്വകാര്യമായി സംസാരിക്കുന്നത് കണ്ടാൽ പലരും സ്വന്തം മനസ്സിൽ ഒരു കഥ ഉണ്ടാക്കുന്നത്. ആ കഥ യാഥാർത്ഥ്യമാകണമെന്നില്ല, പക്ഷേ ആ നിമിഷം അത് സത്യമാണെന്ന് തന്നെ തോന്നും. ഇനി എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത് കൂടുതൽ വേദനിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒരേപോലെ പ്രതികരിക്കില്ല. മുമ്പ് പലതവണ അവഗണിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവുള്ളവർ, ഇവർ ഇത്തരം ഒരു കാഴ്ച കണ്ടാൽ കൂടുതൽ അസ്വസ്ഥരായേക്കാം. കാരണം അവരുടെ മനസ്സ് പറയുന്നത് വീണ്ടും എന്നെ ഒഴിവാക്കുകയാണ് എന്നാണ്. ഇത് പലപ്പോഴും ഇപ്പോഴത്തെ സംഭവത്തെക്കാൾ പഴയ അനുഭവങ്ങളുടെ സ്വാധീനമാണ്. ഫ്രണ്ട്സ്, ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി സ്വകാര്യ സംഭാഷണം നടത്തുന്നത് രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, വളരെ സത്യസന്ധമായി ഒരു ആശയം അവർക്ക് വന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് ആ കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ അവർ ഒന്നും നോക്കില്ല, അവരുടെ കാര്യം നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ആളെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മാറ്റി നിർത്തി കാര്യം പറയുന്നവർ. എന്നാൽ രണ്ടാമത്തെ കൂട്ടരാണ് ഏറ്റവും വലിയ ടോക്സിക്. അവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകും. അവരെ അസ്വസ്ഥതപ്പെടുത്തണം എന്ന് മനഃപൂർവ്വം ആലോചിച്ച് അവരുടെ അടുത്തിരിക്കുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുപോയി ദൂരെ മാറ്റി നിർത്തി സംസാരിക്കും. പക്ഷേ ഇവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇവരുടെ ശ്രദ്ധ മുഴുവൻ അവർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇവർ അസ്വസ്ഥതപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചവരുടെ മുഖത്തായിരിക്കും. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രഹസനമാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ശരിക്കും കുട്ടിക്കാലം മുതലേ അവഗണനയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലുകളും അനുഭവിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധയും കരുതലും എന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പദ്ധതികളാണവ. ഇതിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം, തെറ്റിദ്ധാരണകൾ കൂടി കൂടി തകർന്നു പോകുന്നതാണ്. സത്യത്തിൽ ഇങ്ങനെ ചെയ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അവർ സ്വയം പ്രഖ്യാപിത നന്മ മരങ്ങളായി കുടുംബത്തിൽ അങ്ങനെ വിലസി നടക്കും. ഇനി സ്വകാര്യ സംഭാഷണം തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. അല്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുന്നിൽ പറയാൻ കഴിയില്ല. ചില കാര്യങ്ങൾ സ്വകാര്യമായി പറയേണ്ടതായിരിക്കും. പക്ഷേ സാഹചര്യവും രീതിയും വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഒരു ചെറിയ വ്യക്തിപരമായ കാര്യം പറഞ്ഞിട്ട് വരാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഈ വാചകം പോലും പല തെറ്റിദ്ധാരണകൾ തടയും. ഇനി നമ്മൾ എന്താണ് ഇത് തടയാൻ ചെയ്യേണ്ടത്? നമ്മൾ സ്വകാര്യമായി സംസാരിക്കേണ്ടി വന്നാൽ കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കുക. നമ്മൾ അത് കാണുന്ന ആളാണെങ്കിൽ ഉടൻ നിഗമനങ്ങളിൽ എത്താതിരിക്കുക. എല്ലാ സ്വകാര്യ സംഭാഷണങ്ങളും നമ്മളെ കുറിച്ചല്ല. കാരണം എല്ലാ നിശബ്ദതകൾക്കും പിന്നിൽ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു സ്വകാര്യ സംഭാഷണം മറ്റൊരാൾക്ക് സാധാരണമായിരിക്കാം, മറ്റൊരാൾക്ക് അത് വലിയ മുറിവായിരിക്കാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വിവേകം വേണം, കാണുമ്പോൾ ക്ഷമ വേണം. ബന്ധങ്ങൾ സംരക്ഷിക്കുന്നത് വാക്കുകൾ മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ഫ്രണ്ട്സ്,
ഓർക്കുക, തെറ്റിദ്ധാരണകൾ ജനിക്കുന്നത് പലപ്പോഴും സംഭവങ്ങളിൽ നിന്നല്ല, സംഭവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.